ന്യൂനപക്ഷ വകുപ്പ് ഒരു കാരണവശാലും അത് ആർക്കും വിട്ടുകൊടുക്കരുത്. അത് CM കൈവശം വെക്കണം. CM കൈവശം വെച്ച് ഏകദേശം ഒരു വർഷം കഴിഞ്ഞപ്പോൾ ആരും അറിയാതെ ഒരു ദിവസം അത് അബ്ദുറഹ്മാനെ എടുത്തു കൊടുത്തു. അതോടുകൂടി ക്രൈസ്തവ സമൂഹം ആരിൽ നിന്ന് പതുക്കെ അകന്നു, ഈ LDF നിന്ന് അകന്നു. അത് കഴിഞ്ഞിട്ട് ഈ പിണക്കം മാറ്റാനാണ് നിരന്തരമായ നിലവിളിയും ഒക്കെ കഴിഞ്ഞിട്ടാണ് അവസാനം ഇലക്ഷൻ തലേദിവസം കൊണ്ടുപോയിട്ട് രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. ഒന്ന്, കോശി കമ്മീഷൻ റിപ്പോർട്ട് അംഗീകരിക്കുന്നതും പുറത്തുവിടുന്നതും, രണ്ട്, സിസ്റ്റേഴ്സിന് വാർദ്ധക്യ പെൻഷൻ. അത് ക്രൈസ്തവർക്ക് മാത്രമല്ല, അതായത് മറ്റെല്ലാ വിഭാഗങ്ങൾക്കും ലഭിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണം കിട്ടിയെന്ന് ക്രൈസ്തവർക്ക് കിട്ടിയെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ക്രൈസ്തവ സമൂഹത്തെ അകറ്റി. അതേസമയം അദ്ദേഹം മുസ്ലിം സമൂഹത്തെയും അകറ്റി. ഇത് രണ്ടും അദ്ദേഹത്തിന്റെ ഭാഗത്ത് വലിയ വീഴ്ച സംഭവിച്ചു. ഇത് തന്നെയാണ് നാളെ ആർക്ക് സംഭവിക്കാൻ പോവുക? നോക്കി കണ്ടില്ലെങ്കിൽ UDF സംഭവിക്കാൻ പോവുക. കാരണം UDF ക്രൈസ്തവ പ്രാതിനിധ്യത്തെക്കാളും എന്തായാലും തുലോ മെജോറിറ്റി ആർക്കുണ്ട്? മുസ്ലിം വിഭാഗത്തിനുണ്ട്. അവിടെ ഒരു പ്രീണന രാഷ്ട്രീയം വന്നാൽ അത് ഇനി CPM ഗുണം ചെയ്യില്ല, ഒരിക്കലും ഗുണം ചെയ്യില്ല. ഇനി അങ്ങനെ ഒരു പ്രീണന രാഷ്ട്രീയം വന്നാൽ അത് തീർച്ചയായിട്ടും ഗുണം ചെയ്യാൻ BJP. കാരണം CPM പ്രതീക്ഷയില്ല എന്നുള്ളത് ജനത്തിന് വന്നു കഴിഞ്ഞു. അപ്പോൾ അത് BJPയിലേക്ക് പോകും. അപ്പോൾ CPM അതൊന്നും കൂടെ ഇല്ലാതാക്കും. കോൺഗ്രസിന് സംഭവിക്കാൻ പോണത് ഈ പ്രീണന രാഷ്ട്രീയത്തെ അവരുടെ ഉള്ളിൽ തന്നെ ചിലരെ അസ്വസ്ഥതയിലേക്ക് നയിക്കും. അവരെ ആര് ചൂണ്ടയിടും? BJP ചൂണ്ടയിടും. അപ്പോൾ അത് കോൺഗ്രസിന് അൾട്ടിമേറ്റ് ആയിട്ട് നഷ്ടം സംഭവിക്കും. ഇപ്പൊ NSSനെ SNDPനെയും കോൺഗ്രസ് ഇടയ്ക്കൊന്ന് പിണക്കി. അപ്പോൾ ഈ ഇപ്പോഴും പിണക്കിയാണ് നിർത്തുന്നത്. ആ നിർത്തിയേക്കുന്ന അവരെ ചേർത്ത് പിടിക്കാൻ കൃത്യമായിട്ട് പറ്റിയില്ലെങ്കിൽ അവർ ഇതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എന്നും പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കല്ലേ. അല്ല, SNDP പിണങ്ങി നിൽക്കുക എന്ന് പറയുമ്പോഴും NSS ചില നേതാക്കന്മാരോടാണ് പിണക്കം. അതെ, NSS ചില നേതാവ് പ്രതിപക്ഷ നേതാവിനെ അടുപ്പിക്കുന്നില്ല. അതേസമയം KCF ഉള്ളവരവിടെ ഉണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ അത് ഒരു ബാലൻസ് ചെയ്ത് പോകുമായിരിക്കും. ഇപ്പൊ ചെന്നിത്തലയ്ക്ക് നല്ലൊരു വകുപ്പ് കിട്ടാതെ വന്നാൽ NSS വീണ്ടും ഇടയും. അപ്പൊ അവിടെയൊക്കെയാണ് പ്രശ്നം. അപ്പൊ ആരെ ഉൾക്കൊള്ളും, ആരെ തള്ളും? ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ജനങ്ങളും VDയും ഇളകും. പണ്ട് VSന്റെ അവസ്ഥ വന്നതുപോലെ വരും. അപ്പൊ VDക്ക് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ ഒരു ആഭ്യന്തരമന്ത്രി സ്ഥാനം എങ്കിലും ആർക്ക് കൊടുക്കേണ്ടി വരും? ചെന്നിത്തലയ്ക്ക് കൊടുക്കേണ്ടി വരും. അത് കൊടുക്കാൻ പാർട്ടി തയ്യാറാകാതെ വന്നാൽ ചെന്നിത്തല ചിലപ്പോൾ പഴയ കാവ്യമൊക്കെ ചിലപ്പം ഒരു മോഹമൊക്കെ ചിലപ്പം വീണ്ടും സ്വപ്നം കാണും. അപ്പം അത് കോൺഗ്രസിനെ കൂട്ടത്തോടെ വലിച്ചുകൊണ്ട് പോകും. ഇവിടെ ശരിക്കും വർഗീയമായിട്ടൊരു ധ്രുവീകരണം വന്ന് സാമുദായികമായിട്ടും മതപരമായിട്ട് മാത്രമല്ല സാമുദായികമായിട്ടും ഒരു ധ്രുവീകരണം സംഭവിച്ചിട്ടുണ്ട്. വിഭജനങ്ങളും ഉണ്ട്. അതിൻ്റെ പേരിൽ വോട്ടുപിടുത്തം പരസ്യമായിട്ട് നടന്നിട്ടുണ്ട്. അതിനെ ഡീൽ ചെയ്ത് മുന്നോട്ട് പോകലായിരിക്കും കോൺഗ്രസ് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. കാരണം ഇവരെയൊക്കെ തൃപ്തിപ്പെടുത്താതെ കോൺഗ്രസിന് ഭരിക്കാൻ പറ്റില്ല. എന്നാൽ ജനത്തിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളെ പരിഹരിക്കുകയും വേണം. ഇപ്പം ഈ LDF മുന്നോട്ട് കൊണ്ടുപോകുന്ന പോലെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ ഒരവസ്ഥയൊന്നും ചിലപ്പോൾ UDF മുന്നോട്ട് കൊണ്ടുപോകാൻ ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക അവസ്ഥയെ പറ്റുമെന്ന് തോന്നുന്നില്ല. അതിനുള്ളൊരു സംവിധാനം, അതിനുള്ളൊരു കേപ്പബിലിറ്റി UDF നമുക്ക് ഒറ്റയടിക്ക് കാണാൻ വേണ്ടി പറ്റില്ല. നമ്മൾ കുറച്ച് കാണുകയല്ല, എന്നാലും സാധ്യതയില്ല. പക്ഷേ ഇപ്പോൾ വന്നിരുന്ന ഒരു ഭരണത്തെ ഒട്ടും മോശമില്ലാത്ത രീതിയിൽ മുന്നോട്ട് കൈപിടിച്ച് കൊണ്ടുപോകാനും അടിസ്ഥാന വർഗത്തെ തൃപ്തിപ്പെടുത്താനും ന്യൂനപക്ഷങ്ങളെയും സാമുദായിക വിഭാഗങ്ങളെയും കൂടെ ചേർക്കാനും പറ്റിയാൽ കോൺഗ്രസിന് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം. ഒരുപക്ഷെ UDF തുടർ ഭരണം പിന്നീട് കിട്ടാനൊരു സാധ്യതയുണ്ട്. പക്ഷെ അവിടെ നിർണായകമായ മറ്റൊരു കാര്യമുണ്ട്. കോൺഗ്രസിനുണ്ടാകാൻ പോകുന്ന മറ്റൊരു വലിയ തലവേദന, അല്ലെങ്കിൽ പലരോടും ആൻസർ ചെയ്യേണ്ട ഒരു കാര്യം, ഈ വകുപ്പുകളുടെ അധ്യക്ഷന്മാരായിരിക്കും എന്നുള്ളതാണ്. ഉദാഹരണത്തിന് വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസ് ഏറ്റെടുക്കുമോ അതോ അത് മുസ്ലിം ലീഗിന് കൊടുക്കേണ്ടി വരുമോ? അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. റവന്യൂ വകുപ്പ്, ഇത്തരം ചില വകുപ്പുകൾ ഇത് ഞങ്ങളുടേതാണ് എന്ന് അവകാശവാദം പല രാഷ്ട്രീയ പാർട്ടികൾ സ്വാഭാവികമായി ഉന്നയിക്കാമല്ലോ. അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത്തരം ചില വകുപ്പുകളിലാണല്ലോ സാമുദായികമായ ചില ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഉണ്ടാകുന്നത്. അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ മിനിസ്ട്രിയിലെ ന്യൂനപക്ഷ വകുപ്പ് അത് വളരെയധികം കോളിളക്കം സൃഷ്ടിച്ചതാണ്. ജസ്റ്റിസ് JB കോശി കമ്മീഷൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നു, റിപ്പോർട്ട് പുറത്തുവിടുന്നില്ല, പുറത്തുവിടാതെ തന്നെ പലതും നടപ്പാക്കിയതായിട്ട് മുഖ്യമന്ത്രി പറയുന്നു. അപ്പോൾ എന്താണ് നടപ്പാക്കിയത് എന്നൊന്നും അന്ന് വ്യക്തമായിരുന്നില്ല. ഇപ്പോഴും അതിനെക്കുറിച്ച് ക്ലാരിറ്റി ഇല്ല. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിരിക്കും, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വകുപ്പാണല്ലോ വിദ്യാഭ്യാസ വകുപ്പ്. അതെങ്ങനെയായിരിക്കും അവർ വീതം വയ്ക്കുക, അതിൻ്റെ എക്സിക്യൂട്ടീവ് എങ്ങനെ ആയിരിക്കും എന്നാണ് അങ്ങ് കരുതുന്നത്? ഞാൻ അതിനൊരു ഉദാഹരണം പറയാം. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ, ലാസ്റ്റ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ, UDF സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ വ്യവസായം, വിദ്യാഭ്യാസം, IT, ന്യൂനപക്ഷം, IT, എല്ലാ പ്രധാനപ്പെട്ട വകുപ്പുകളും കൊണ്ട് എവിടെ കൊടുത്തു? PWD
അതേപോലെ എല്ലാം പൊതുമരാമത്തെല്ലാം കൊണ്ടുപോയി അവിടെ കൊടുത്തു. അതേസമയം അത് ഘടകകക്ഷികൾക്ക് കൊടുത്തു. അതേസമയം CPM ഒന്ന് പഠിച്ചേ, 2 ഗവൺമെൻറ് കാലത്തും അവർ ഈ പറയുന്ന മേജർ വകുപ്പുകൾ, പ്രധാനപ്പെട്ട വകുപ്പുകൾ CPIക്ക് പോലും കൊടുത്തില്ല. അവർ റവന്യൂവിൽ ഒതുക്കി. ബാക്കി മുഴുവൻ അവർ പ്രധാനപ്പെട്ട വകുപ്പുകൾ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി ജനങ്ങളിലേക്ക് ചെല്ലാൻ പറ്റുന്ന വകുപ്പുകൾ. ഇപ്പം എന്ത് കുറ്റം പറഞ്ഞാലും, ശിവൻകുട്ടിയെ നമ്മൾ എന്ത് കുറ്റം പറഞ്ഞാലും അങ്ങ് ഒരു അധ്യാപക മേഖലയിൽ വർക്ക് ചെയ്യുന്നതാണ്. അടിസ്ഥാന പ്രാഥമിക വിദ്യാഭ്യാസ മേഖലയിൽ ഇതുപോലെ ചലനം സൃഷ്ടിച്ച ഒരു മന്ത്രി, അല്ലെങ്കിൽ അതിനെ ഒരു കുട്ടികളുടെ വികാരങ്ങൾക്കൊപ്പം നിന്ന ഒരു മന്ത്രി, അടിസ്ഥാന സൗകര്യങ്ങൾ വർധനവിന് വേണ്ടി ഇത്തരം പ്രാധാന്യം കൊടുത്തൊരു ഗവൺമെന്റ് നമുക്ക് കോൺഗ്രസ് ഒന്നും പറയാൻ പറ്റില്ല. കഴിഞ്ഞ LDF സർക്കാർ, ആദ്യത്തെ സർക്കാരും അല്ല, ഈ കഴിഞ്ഞ LDF സർക്കാരാണ്. അപ്പൊ ആ രീതിയിൽ മന്ത്രിമാമൻ അങ്ങനെ എന്താണല്ലോ വിളിക്കുന്നത്, അദ്ദേഹം നല്ല മികവ് തെളിയിച്ചിട്ടുണ്ട്. ആ സ്ഥാനത്തേക്കാണ് ഇനി ആര് വരാൻ പോണത്, ഇവിടെ വരാൻ പോണത് അബ്ദുറബിനെ പോലെയുള്ളവരെ വരാൻ പോണത്. അപ്പം ഇപ്പോഴും ഇലക്ഷൻ്റെ കോൺഗ്രസിനൊരു മുന്നേറ്റം ഉണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ഇന്ന് തൊട്ട് നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെടുത്തോ അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളെടുത്തോ രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് പോക്കോ, അവിടെ ചർച്ച ചെയ്യുന്നത് ഈ പറയുന്ന റവന്യൂ വകുപ്പ് ആർക്കായിരിക്കും, വ്യവസായ വകുപ്പ് ആർക്കായിരിക്കും, പൊതുമരാമത്ത് ആരായിരിക്കും, ന്യൂനപക്ഷക്ഷേമം അവർക്കായിരിക്കും, വിദ്യാഭ്യാസ വകുപ്പ് ആരായിരിക്കും. ഇപ്പം എന്തായാലും ഇടതുപക്ഷം കൊണ്ടുപോയി വിദ്യാഭ്യാസ വകുപ്പിനെ രണ്ടാക്കിയിട്ടുണ്ട്, ഉന്നത വിദ്യാഭ്യാസവും പൊതുവിദ്യാഭ്യാസവുമായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ അവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്താം. എന്നാലും ഈ വിദ്യാഭ്യാസ വകുപ്പ് ആർക്ക് കൊണ്ടേ കൊടുക്കും. ഇത് ഈ 5 വകുപ്പുകൾ നിർണ്ണയിക്കുമ്പോൾ തന്നെ കോൺഗ്രസിന്റെ വിധി എഴുതും. അതെ, അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ കോൺഗ്രസ് അല്ലെ മുഖ്യ രാഷ്ട്രീയ കക്ഷി വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കുമ്പോൾ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ദീർഘവീക്ഷണമുള്ള കാഴ്ചപ്പാടുള്ള വ്യക്തിയായിരിക്കണം മന്ത്രി ആകേണ്ടത്, അല്ലെ വകുപ്പിൻ്റെ അധ്യക്ഷനായിരിക്കേണ്ടതെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്കറിയാം കേരള കോൺഗ്രസ് തന്നെ TM ജേക്കബ് കേരളം കണ്ട ഏറ്റവും നല്ലൊരു വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. PJ ജോസഫ് ഒത്തിരി വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നൊരു വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ജനങ്ങളുടെ പൾസ് അറിയാവുന്ന ഇപ്പോൾ മന്ത്രി മാമനെ പോലെയുള്ള മന്ത്രിമാർ ഉണ്ടായാൽ ഒരുപക്ഷെ മറ്റ് ചിലരൊക്കെ ട്രോൾ ചെയ്യാലും അവരൊക്കെ കളിയാക്കി കുറ്റം പറഞ്ഞാലും ജനങ്ങളുടെ പൾസിനൊപ്പം നിൽക്കുന്ന ഒരു മന്ത്രി ആയിരിക്കണം. അത് ആ ഫീലിംഗ് മനസ്സിലാക്കുന്ന, അതോടൊപ്പം സാമുദായികമായ ഐക്യത്തെ മുന്നിൽ കൊണ്ടുപോകുന്ന മന്ത്രിമാരായിരിക്കണം. ഈ വിദ്യാഭ്യാസ വകുപ്പിനെ മാത്രം കാര്യം നമ്മൾ എടുത്തു പറഞ്ഞതേ ഉള്ളൂ.